Good morning, students. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. Check the absolute convergence of the following series sigma k equal to 1 to infinity minus 1 raised to k plus 1 into k raised to k by k factorial. ഇവിടെ uk എന്ന് പറയുന്നത് എന്താണ്? minus 1 raised to k plus 1 into k raised to k by uk factorial ആണ്. നമുക്ക് absolutely convergent ആണോ absolute divergent ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് uk കണ്ടുപിടിക്കണം. uk എന്ന് പറഞ്ഞാൽ എന്താണ്? minus 1 raised to k plus 1 into k raised to k by k factorial ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് uk എന്തായിരിക്കും? ഈ minus 1 raised to k plus 1 ഒഴിവാക്കുക. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? k raised to k by k factorial. ഇനി റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലസ് ഓഫ് uk plus 1 കണ്ടുപിടിക്കുന്നു. അപ്പോൾ k plus 1 whole raised to k plus 1 divided by k plus 1 factorial. ഇനി നമ്മൾ റോ കണ്ടുപിടിക്കുക by ratio test for by ratio test for absolute convergence റോ കാണേണ്ട ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity മോഡുലസ് ഓഫ് uk plus 1 by uk. ഈ ഫോർമുല ഉപയോഗിച്ച് റോ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ലിമിറ്റ് k tends to infinity മോഡുലസ് ഓഫ് uk plus 1 എന്താണ്? k plus 1. മോഡുലസ് ഓഫ് uk plus 1 എന്ന് പറഞ്ഞാൽ k plus 1 whole raised to k plus 1 divided by k plus 1 factorial divided by k raised to k divided by k factorial. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് k tends to infinity k plus 1 whole raised to k into k plus 1. ഈ k plus 1 whole raised to k plus 1 നമുക്ക് k plus 1 whole raised to k into k plus 1 എന്ന് എഴുതാം. x raised to m plus n equal to x raised to m into x raised to n ആണ്. divided by k plus 1 factorial. അത് നമുക്ക് എങ്ങനെ എഴുതാം? k factorial into k plus 1 എന്ന് എഴുതാം. ഇനി ഈ k factorial മുകളിലോട്ട് പോകും. അപ്പോൾ k factorial താഴെ നമുക്ക് എന്തുണ്ട്? താഴെ നമുക്ക് k raised to k ഉണ്ട്. That is equal to limit k tends to infinity. ഈ k plus 1 whole raised to k ൽ നിന്ന് k പുറത്തെടുത്ത് കഴിയുമ്പോൾ k raised to k എന്ന് വരും. 1 plus 1 by k whole raised to k into k plus 1 into k factorial divided by k factorial into k plus 1 into k raised to k എന്ന് വരും. ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ആവും? ഈ k factorialum ക്യാൻസൽ ആവും. k plus 1 k plus 1 ക്യാൻസൽ ആകും. k raised to k ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ കിട്ടണേ? ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k എന്നാണ് കിട്ടുന്നത്. ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k എന്നാണ് കിട്ടുന്നത്. ഇതെന്താണ്? ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k എന്നുള്ള എന്താണ്? ദിസ് ഈസ് നോൺ ആസ് e എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ലിമിറ്റ് x tends to infinity 1 plus 1 by x whole raised to x നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തരുന്നത്. ലിമിറ്റ് x tends to infinity 1 plus 1 by x whole raised to x എന്ന് പറഞ്ഞാൽ e ആണ്. ഇവിടെ നമുക്ക് ഈ x ന്റെ സ്ഥാനത്ത് k ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k എന്ന് പറഞ്ഞാൽ e ആണ്. e യുടെ വാല്യൂ 2.07 ആണ്. അപ്പോൾ e യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അബ്സല്യൂട്ട് വാല്യൂസ് എന്തായി? അബ്സല്യൂട്ട് വാല്യൂസ് കൺവെർജന്റ് ആയി. ആ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആയി. ഈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണ്. Therefore അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? given series is absolutely given series. എഴുതാം given series. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മൾ എഴുതുന്ന കൺക്ലൂഷൻ എന്താണ്? therefore the given series അതാണ് sigma k equal to 1 to infinity minus 1 raised to k plus 1 k raised to k by k factorial is absolutely divergent. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഈ ഫോർമുല ഏതായിരുന്നു? ലിമിറ്റ് k tends to infinity 1 plus 1 by k whole raised to k എന്നുള്ള ഫോർമുലയാണ്. നിങ്ങൾ അത് +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല ഇങ്ങനെയായിരുന്നു. ലിമിറ്റ് x tends to infinity
1 plus 1 by x whole raised to x is equal to e. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത്? എക്സിന്റെ സ്ഥാനത്ത് കെ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1 by k whole raised to k എന്ന് പറഞ്ഞാൽ എന്റെ ആൻസർ ഇ ആണ്. ഇയുടെ വാല്യൂ 2 point something ആണ്. therefore greater than 1 ആണ്. therefore ഈ റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണ്. അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഗിവൺ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ്. കേട്ടോ? എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കാം. കേട്ടോ? ഓക്കെ.